ആ വലിയ വെള്ളിയാഴ്ച യെരുശലേമിൽ യേശുതമ്പുരാനുണ്ടായ യാത്രയും അനുഭവവും ആണ് ഈ വലിയ വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ ചിന്താവിഷയം. കൊറോണയുടെ അതിപ്രസരത്തിൽ വലിയ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കഴിയാതെ പോകുന്നവർക്കായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ദുഃഖവെള്ളിയാഴ്ച ആരാധനയുടെ പശ്ചാത്തലത്തിൽ പാദമുദ്രകൾ 15ാമത് ഉപകഥ വയോ ഡൊലോറോസ കുരിശിൻ്റെ പാത സമർപ്പിക്കട്ടെ. ദ സ്റ്റേജസ് ഓഫ് ജീസസ് ലാസ്റ്റ് വാക്ക് ആൻഡ് ഇവൻറ്റ്സ് ദാറ്റ് ടുക്ക് പ്ലേസ് ഓൺ ദി വേ ടു ക്രൂസിഫിക്ഷൻ ആർ ഇൻഡിക്കേറ്റഡ് ബൈ 14 stations. 9 of these points are actually along the Via Dolorosa and 5 are inside the Church of the Holy Sepulchre, the empty tomb. അവർ അവനെ ബന്ധിച്ചുകൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിൻ്റെ ആസ്ഥാനത്തിൽ ഏൽപ്പിച്ചു. അപ്പോൾ പ്രഭാതമായിരുന്നു. Thought for the Gospel portion, St. Matthew chapter 27. Early in the morning, all the chief priests and the elders made their plans against Jesus and handed him over to Pontius Pilate. ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും അളക്കുന്ന അളവുകോലാണല്ലോ കുരിശ്. ഈ പശ്ചാത്തലത്തിൽ ആണ് ഇന്നത്തെ ആരാധന. പ്രഭാത നമസ്കാരത്തിൻ്റെ ഒരു കൗമ വിനയപുരസരം ആലപിക്കട്ടെ. കർമ്മം കൈക്കൊണ്ടാശിഷമിൻ വേദനമേ ആശായാലടിയാർ പിഴത്തി തൊരുമശിഹാകർമ്മം കൈക്കൊണ്ടാശിഷമിൻ വേദനമേ ആശായാലടിയാർ പിഴത്തി തൊരുമശിഹാകർമ്മം കൈക്കൊണ്ടാശിഷമിൻ വേദനമേ നാഥാതേ സ്തുതിയും മാനം താലനും മഹിമാ വന്ദനകൾ ശുദ്ധാത്മാവിനും കൃപപാവികളാ ഞങ്ങളിലും മേല ഊരിശിരേ വാതിൽ ഉള്ളിൽ നിൻ സിംഹാസനമണയണം നീ പ്രാർത്ഥനമശിഹാ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണമുമേ സ്തോത്രം ബാറക്കുമോ. എഴുന്നേറ്റ് നിന്ന് എന്ന വാച്യാർത്ഥം ഉള്ള ഈ കൗമ പീഡാ താഴ്ചകളാൽ നമ്മെ വീണ്ടവനാം മശിഹായെ ഈ പ്രഭാതത്തിൽ നമുക്ക് വാഴ്ത്തി നമിക്കാം, സ്തുതിക്കാം. സന്നദ്ധ സംഘത്തിൻ്റെ വിസ്താരത്തിന് ശേഷം റോമ ഗവർണർ പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിലേക്കാണ് യേശുതമ്പുരാൻ ആനയിക്കപ്പെടുന്നത്. ജെറുസലേം ഉൾപ്പെടുന്ന യഹൂദിയുടെ ഭരണം ഹെരോദാവിൻ്റെ മകനായ അർക്കലാവോസിനാണ് ലഭിച്ചത്. ദുഷ്ടതയുടെ പര്യായ പദമായി അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹത്തെ മാറ്റിക്കിട്ടുവാൻ യഹൂദ ജനതതി പരാതി നൽകിയിരുന്നു. ഈ അവസരത്തിൽ റോമൻ കൈസർ പീലാത്തോസിനെ റോമൻ ഗവർണറായി
പ്രൊക്കുറേറ്റർ എന്ന പേരിൽ യഹൂദ്യയിൽ നിയമിച്ചു. AD 27 മുതൽ 35 വരെയുള്ള കാലയളവാണ്. കൊള്ളയും കൊലപാതകവും കൂടുതലായി നടക്കുന്ന പെസഹ പെരുന്നാൾ കാലയളവിൽ വല്ലവരെയും പരസ്യവിചാരണ ചെയ്യേണ്ടി വന്നാൽ ആ പരസ്യവിചാരണ കോടതി കൽത്തളം എന്ന മുറ്റത്ത് ക്രമീകരിച്ചിരുന്നു. 3 കുറ്റങ്ങൾ യേശുതമ്പുരാനിൽ യഹൂദ ജനതയെ ചാർത്തി. 1, അവൻ ജാതിയെ മറിച്ചു കളയുന്നു. 2, സ്വയം രാജാവാണെന്ന് പറയുന്നു. 3, കൈസറിനെ കരം കൊടുക്കുന്നത് വിരോധിക്കുന്നു. കെട്ടിച്ചമച്ച ആരോപണങ്ങൾ മാത്രം. വാസ്തവത്തിൽ ഹെറോദേസിനും കയ്യാഫായ്ക്കും തീർക്കാവുന്ന പ്രശ്നം പീലാത്തോസ് തൻ്റെ ഭാര്യയായ ക്ലൗദിയ പ്രൊക്ലയുടെ ശുപാർശ കത്ത് പോലും നിരസിച്ച് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എങ്കിലും ശിക്ഷ കൊടുത്ത് അവനെ പറഞ്ഞുവിടാം എന്ന് പറഞ്ഞ പീലാത്തോസ് തൻ്റെ കസേര ഉറപ്പിക്കുവാനായിട്ട് ബറബാസ് എന്ന കൊലപാതകിയെ സംരക്ഷിച്ചുകൊണ്ട് യേശുതമ്പുരാനെ കുരിശിൽ തറപ്പാനായി യഹൂദജനത്തിന് വിട്ടുകൊടുക്കുന്നു. കൽത്തളത്തിൽ കേൾക്കുന്ന ശബ്ദം ഇന്നും നാം കേൾക്കുന്നില്ലേ? ഇവിടെ സ്നാപക യോഹന്നാന്മാരുടെ ശിരസ്സുകൾ ഉരുളുന്നു. യേശുക്രിസ്തുമാർക്ക് കുരിശുകൾ ഉയരുന്നു. ജ്ഞാനോദയങ്ങൾക്കും സംശുദ്ധമായ സദാചാരങ്ങൾക്കും വ്യവസ്ഥിതി എതിരാകുന്ന ചിത്രം ഇന്നിൻ്റെയും ചിത്രമാണ്. പ്രസിദ്ധ സാഹിത്യകാരനായ M. മുകുന്ദൻ്റെ മുണ്ഡനം ചെയ്യപ്പെട്ട ജീവിതം എന്ന മലയാള സാഹിത്യം നമുക്ക് പരിചിതമാണ്. മനസാക്ഷിയുള്ള ഒരുവനെ തലമുണ്ഡനം ചെയ്ത് കഴുതപ്പുറത്ത് കയറ്റി ചെണ്ട കൊട്ടിച്ച് ചീമുട്ടയും മാലിന്യങ്ങളും അഭിഷേകിച്ച് തെരുവിൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ കലിപൂണ്ട കണ്ണുകളുമായി എല്ലാ വ്യവസ്ഥിതികളും അയാളോട് ചോദിക്കുന്നു, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുവാൻ നീ ആര്? ഫസ്റ്റ് സ്റ്റേഷൻ. ജീസസ് വാസ് കണ്ടംഡ് ബൈ Pontius Pilate. Refer the Gospel according to Saint Mark, chapter 15, verse 1. ന്യായം വിധിക്കപ്പെട്ട സ്ഥലം. ലത്തീൻ ഭാഷയിൽ പ്രൊത്തോറിയം, എബ്രായ ഭാഷയിൽ ഗബദ, മലയാളത്തിൽ കൽത്തളം. ചാട്ടവാറുകൊണ്ട് അടിയേറ്റ് രക്തം വാർന്നൊലിക്കുന്ന യേശുതമ്പുരാനെ ജനത്തിൻ്റെ മുൻപാകെ നിർത്തിക്കൊണ്ട് പീലാത്തോസ് പ്രഖ്യാപിച്ചു, ഇക്കോ ഹോമ, ബിഹോൾഡ് ദി മാൻ. ഇതാ ആ മനുഷ്യൻ. എത്ര പ്രാവശ്യം കൈകൾ കഴുകിയാലും മാഞ്ഞുപോകാത്ത കളങ്കവുമായി പീലാത്തോസ് ഇന്നും ചരിത്രത്തിൽ നിൽക്കുന്നു. സെക്കൻഡ് സ്റ്റേഷൻ. ജീസസ് ടേക്സ് അപ്പ് ദി ക്രോസ്. റെഫർ ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ, ചാപ്റ്റർ 19. പാരമ്പര്യത്തിൽ രൂപം കൊണ്ട സ്ഥാനങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ തെളിവില്ല എങ്കിലും നമ്മുടെയൊക്കെയും ആത്മീക ജീവിതത്തിന് പ്രചോദനമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യേശുതമ്പുരാൻ കുരിശും വഹിച്ചുകൊണ്ട് തൻ്റെ യാത്ര ആരംഭിക്കുന്നു. തേർഡ് സ്റ്റേഷൻ. ജീസസ് ഫോൾസ് ഫോർ ദി ഫസ്റ്റ് ടൈം. കുരിശും വഹിച്ചുകൊണ്ട് കെദ്രോൻ താഴ്വരയിലേക്കുള്ള ഇറക്കം ഇറങ്ങി യേശുതമ്പുരാൻ ക്ഷീണിതനായി നടന്നു പോകുമ്പോൾ കുരിശുമായി വീഴുന്ന സ്ഥലമാണ് മൂന്നാമത്തെ സ്റ്റേഷൻ. ഫോർത്ത് സ്റ്റേഷൻ. ജീസസ് മീറ്റ്സ് ഹിസ് മദർ. കുരിശ് വീണ്ടും തോളിലെടുത്തുകൊണ്ട് ഇടത്തേക്ക് തിരിഞ്ഞ യേശുതമ്പുരാൻ അപ്രതീക്ഷിതമായിട്ടാണ് റോഡിൻ്റെ ഓരം ചേർന്ന് നിന്നിരുന്ന അമ്മയെ കാണാൻ ഇടയാകുന്നത്. ഓർത്തഡോക്സ് സഭയുടെ ദുഃഖവെള്ളിയാഴ്ചയിലെ ആരാധനയിൽ ആദ്യ പ്രദക്ഷിണത്തിൽ ആലപിക്കുന്ന ഗീതം ഈ ദയനീയ രാഗം. സിയോൻ കോട്ടയിൽ നിന്നും യേശുതമ്പുരാൻ പുറപ്പെടുന്നു. ആ ഗാനം ഇങ്ങനെയാണല്ലോ. അതിൻ്റെ അർത്ഥം,
As he came out of the fort, he carried his cross on his shoulders. Hebrew women gathered together, weeping over him bitterly. His mother was standing afar, and like a dove, she began to mourn with grief and sorrow. "Where are you going, my son, my beloved one? Where are they taking you? Why did you give up yourself in the hands of the unrighteous people? Woe unto me, my son. Woe unto me, my beloved son. What happened to you?" കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തൻ്റെ സ്ലീബായെ തോളിൽ വഹിച്ചിരുന്നു. താൻ പോകുമ്പോൾ എബ്രായ സ്ത്രീകൾ കരയുവാനായി കൂട്ടം കൂടി. തൻ്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്നു. അവൾ മഹാസങ്കടത്തോടും ദുഃഖത്തോടും കൂടെ, "എൻ്റെ പുത്രാ, എനിക്ക് കഷ്ടം. എൻ്റെ വാത്സല്യ മകനേ, എനിക്ക് കഷ്ടം. ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചു?" Fifth station. Simon the Cyrene helps Jesus carry the cross. ക്ഷീണിതനായി വീണ യേശുവിൻ്റെ കുരിശ് റോമൻ പടയാളികൾ കുറേനക്കാരൻ ശിമോൻ്റെ തോളിലേക്ക് മാറ്റി. ഈ വേളയിൽ
വീഴാൻ തുടങ്ങിയ യേശുദമ്പുരാൻ്റെ രക്തം നിറഞ്ഞ തൻ്റെ കൈപ്പത്തി അടുത്ത ഭിത്തിയിൽ കുത്തി. രക്തം പുരണ്ട കൈപ്പത്തി ഭിത്തിയിൽ പതിഞ്ഞു. ബൈസന്റൈൻ സഭയുടെ ഒരു കുരിശ് ഈ ഭിത്തിയിൽ ആ കല്ലിൽ തന്നെ കൊത്തിവെച്ചിട്ടുമുണ്ട്. സിക്സ്ത് സ്റ്റേഷൻ. Veronica wipes Jesus' face. She wiped the dust and the dirt from his face. It is to many people that the imprint of Jesus' face was left on the cloth that Veronica used, which is preserved at St. Peter's Church in Rome. കർത്താവ് സൗഖ്യം നൽകിയ രക്തസ്രവക്കാരി സ്ത്രീ, അവളുടെ വീട് ഈ ശ്ലീബാപാതയുടെ ഓരത്തായിരുന്നു. ഈ സ്ത്രീയെയാണ് പിന്നീട് വെറോണിക്ക എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്നൊരു പാരമ്പര്യം കൂടി ഉണ്ട്. ജീസസ് ഫോൾസ് ഫോർ ദി സെക്കൻഡ് ടൈം. കെദ്രോൻ താഴ്വരയിലേക്കുള്ള കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കുന്നുകയറുകയാണ്. അവിടെ കാണുന്ന ഖാൻ ആസ് സെയിൽ സ്ട്രീറ്റ് എന്ന കവലയിൽ വലത്തേക്ക് തിരിയുമ്പോൾ യേശുദമ്പുരാൻ രണ്ടാം പ്രാവശ്യവും കുരിശുമായി വീഴുന്നു. എയ്ത്ത് സ്റ്റേഷൻ. ജീസസ് കൺസോൾസ് ദി ഡോട്ടേഴ്സ് ഓഫ് ജെറുസലേം. ടേണിംഗ് അൺടു ദം സെഡ്, ഡോട്ടേഴ്സ് ഓഫ് ജെറുസലേം, weep not for me, but weep for your. Turning unto them said, daughters of Jerusalem, weep not for me, but weep for yourself and your children. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. നയൻത് സ്റ്റേഷൻ. ജീസസ് ഫോൾസ് ഫോർ ദ തേർഡ് ടൈം. വീണ്ടും യേശുദമ്പുരാൻ താഴേക്കിറങ്ങി വലത്തേക്ക് തിരിഞ്ഞപ്പോൾ ഇടുങ്ങിയ വാതിലുകളുടെ ഉയരക്കുറവ് കാരണം വീണ്ടും തിരികെ വന്ന് ആ തിരിച്ചിറക്കത്തിൽ മൂന്നാം പ്രാവശ്യവും താൻ കുരിശുമായി വീഴുന്നു. ലോകരക്ഷയ്ക്കു വേണ്ടി കുരിശിക്കപ്പെടുവാനും ആദാവിനെ അവൻ്റെ അവകാശത്തിലേക്ക് തിരിപ്പാനുമായി അമ്മേ ഞാൻ പോകുന്നുവെന്ന് തൻ്റെ ജനനിയോട് അരുളിച്ചതായ വചനം എത്രയോ വിസ്മരണീയമായിരുന്നു. Yeah.
ഇനിയുമുള്ള നമ്മുടെ യാത്ര കാൽവറിയിലേക്കാണ്. കാൽവറി ഇന്ന് പുറത്തുള്ള ഒരു കുന്നല്ല, പള്ളിക്കകത്ത് തന്നെ ഉയർന്ന സ്ഥാനത്താണ് ഗോകുൽത്ത. കൈൻഡ്ലി റെഫർ സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 19 വേഴ്സസ് ഫ്രം 15 to 22 and Saint Matthew chapter 27. In the square between the two churches, a shrine marking the position of the crucifixion, named Calvary, Golgotha. In 1149, that is after the conquest of Jerusalem, the Crusaders erected the present church, which contains the tomb of Jesus and the place of crucifixion under one roof. And within this area, the chapel of Adam and the chapel of Helen. ഇവിടെ ഹെലൻ രാജ്ഞി യേശുദമ്പുരാൻ്റെ കുരിശ് കണ്ടെടുത്ത സ്ഥലം കൂടിയാണ് ഇവിടെ. ആദമിൻ്റെ നാമത്തിലും ഹെലൻ രാജ്ഞിയുടെ നാമത്തിലും ഓരോ ചാപ്പൽ ഇവിടെയുണ്ട്. 10th station, Jesus is stripped off his garments. The last 5 stations of the way of the cross are in the Basilica of the Holy Sepulchre, and we may call it the empty tomb. A small stone stairway leads to this place. 11th station, our Master Jesus is nailed to the cross. 2000 വർഷങ്ങൾക്ക് മുൻപ് ഗോകുൽത്തായിൽ പടുങ്ങിയ ദീനരോധനം പൂർവ്വപിതാവായ ദാവീദെന്ന ദീർഘദർശി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. തലയോടിടം എന്നർത്ഥമുള്ള ഗോകുൽത്തായിലേക്ക് അവനെ കൊണ്ടുപോയി. അറമിക് ഭാഷയിൽ ഗോൽഗോൾത്ത എന്നും ലത്തീനിൽ കാൽവറി എന്നും ഗ്രീക്ക് ഭാഷയിൽ ക്രാനിയോൻ എന്നും തലയോടിടം എന്ന സ്ഥലത്തിന് അർത്ഥം വരുന്ന വാക്കുകൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 12th station, Jesus dies on the cross for us. 3 മണിക്കൂർ താൻ കുരിശിന്മേൽ കിടന്നു. ഈ ദയനീയ രംഗം ദുഃഖവെള്ളിയാഴ്ച മധ്യാഹ്ന നമസ്കാരത്തിൽ നാം ശ്രദ്ധിക്കുന്നു. Seeing their Lord hanging on the cross, the cherubim trembled with fear. The angels and archangels were puzzled. The disciples ran and hid, and the friends scattered. ദുഃഖവെള്ളിയാഴ്ച ആരാധനയിലെ മനോഹരമായ ഒരു പ്രമേയമാണ് ഇവിടെ വായിക്കുന്നത്. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് എന്നിങ്ങനെ താൻ ഉന്നതമായ ശബ്ദത്തിൽ അട്ടഹസിച്ചു. തൻ്റെ ശബ്ദത്താൽ ഭൂമി കുലുങ്ങുകയും പാറ പൊളിയുകയും സൂര്യൻ ഇരുട്ടുപോകുകയും തീക്കൽ പാറകൾ പൊട്ടിച്ചെറുകയും ചെയ്തു. ദേവാലയത്തിലെ തിരശ്ശീല മുടി മുതൽ അടിവരെ കീറി. അഗ്നിമയന്മാർ അന്താളിക്കുന്നു, ആത്മമയന്മാർ വിറയ്ക്കുന്നു, സഹചാരികൾ പരിഭ്രമിക്കുന്നു, ദൂതന്മാർ വിസ്മയിക്കുന്നു, ക്രൂബേന്മാർ വിറയ്ക്കുന്നു. തങ്ങളുടെ കർത്താവ് മരത്തിന്മേൽ തൂക്കിക്കിടക്കുന്നത് കണ്ടിട്ട് ശ്രോപ്യന്മാർ ചുളുങ്ങുകയും ചെയ്യുന്നു. തൻ്റെ സൃഷ്ടാവിൻ്റെ നഗ്നത കാണാതിരിക്കാനായിട്ട് സൂര്യൻ അതിൻ്റെ രശ്മികളെ പറിച്ചു കളഞ്ഞു. നിത്യപ്രകാശം മരത്തിന്മേൽ തൂക്കപ്പെട്ടത് കാണുകയാൽ നട്ടുച്ചയ്ക്ക് അന്ധകാരമുണ്ടായി. ശിഷ്യന്മാർ ഓടി ഒളിക്കുന്നു, സ്നേഹിതന്മാർ ചെന്നിച്ചിതറുന്നു. അഗ്നിമയന്മാരെവിടെ, അഗ്നിജ്വാല ധരിച്ചിരിക്കുന്നവരെവിടെ? മീഖായേലേ, നിന്റെ വൈരാഗ്യമെവിടെ? അസൂര്യക്കാരുടെ ആയിരങ്ങളെ കൊല ചെയ്ത നിന്റെ വാളോട്.
ദൂതന്മാരുടെ തലവനായ ഗബ്രിയേലേ, നിന്റെ ഉഗ്രത എവിടെ? ശിഷ്യന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ശക്തി പൂണ്ട് ധൈര്യം പ്രാപിച്ച് ഒന്നിച്ചുകൂടുവീൻ. ഇന്ന് നിങ്ങളുടെ ഗുരു അടിയേൽക്കുന്നുവെങ്കിൽ ദീർഘദർശി പറഞ്ഞ പ്രകാരം ഞായറാഴ്ച താൻ ജീവിച്ചെഴുന്നേൽക്കും. ശമൂനെ, നീ എവിടെ പോകുന്നു? യോഹന്നാനെ, നീ എവിടേക്ക് ഓടുന്നു? ബർത്തിൽമായെ, നീ എവിടേക്ക് ഓടി ഒളിക്കുന്നു? ലാബി, നീ എന്തിനെ ദുഃഖിക്കുന്നു? ശ്രീഹന്മാരെ, ചിതറിപ്പോകാതിരിപ്പാനായിട്ട് നിങ്ങൾ വെമ്പരുതേ. Jesus dies on the cross. There he was crucified along with the two criminals. Kindly refer St. John chapter 19, verses from 17 to 22. During his last 3 hours on the cross, from noon to 3 p.m., darkness falls over the whole land. With a loud cry, Jesus gives up the spirit. കുരിശിന്മേൽ കിടന്നുകൊണ്ട് 3 മണിക്കൂർ നേരം 6 മണി മുതൽ 9 മണി വരെ ഉള്ള സമയം യേശുദമ്പുരാൻ കുരിശിന്മേൽ കിടന്നുകൊണ്ട്, പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ സന്നിധിയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. ഈ സമയത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെയും വിശുദ്ധ വേദത്തിൽ നാം വായിക്കുന്നു. Jesus gives up his spirit. There is an earthquake. The curtain in the temple is torn from the top to bottom. The centurion declares, truly this was God's son. ഓർത്തഡോക്സ് സഭയെ ക്രമീകരിച്ചിരിക്കുന്ന ഏവൻഗേലിയൻ ഭാഗം നാം മനസ്സിലാക്കുമ്പോൾ യേശുദമ്പുരാൻ കുരിശിന്മേൽ മരിക്കുമ്പോഴുണ്ടായ സംഭവങ്ങളൊക്കെയും നമുക്ക് സൂക്ഷ്മമായിട്ട് അറിയുവാൻ കഴിയും. അവൻ യേശുദമ്പുരാനോട്, എൻ്റെ കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ അവനോട്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 6 മണി സമയമായിരുന്നു. 6 മണി മുതൽ 9 മണി വരെ ഭൂമിയിലെല്ലായിടത്തും ഇരുട്ടുണ്ടായി. 9 മണി സമയത്ത് യേശുദമ്പുരാൻ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചെന്ത് എന്ന അർത്ഥത്തിൽ ഈ ലയിൽ ലെമോനോ ശബക്തോൻ എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. യേശുദമ്പുരാനാവട്ടെ ചൊറുക്ക സ്വീകരിച്ചതിന് ശേഷം നിവൃത്തിയായിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിനുശേഷം, എൻ്റെ പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് ഉച്ചസ്വരത്തിൽ അട്ടഹസിച്ചു പറഞ്ഞു. തലചായ്ച്ച് പ്രാണനെ വിട്ടു. ഉടനെ ദേവാലയത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിവരെ 2 ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കബറുകൾ തുറക്കപ്പെട്ടു. ഞങ്ങളുടെ ആത്മാക്കൾക്കതിനാലേ രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാ തമ്പുരാനേ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർത്തുകൊള്ളണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു.
മശീഹ ഓർക്കങ്ങളെ നീ വന്നിടുമ്പോ. 13th station. Jesus is taken down from the cross. The body was then laid out on the stone of unction, anointing, and anointed with a mixture of aloe, myrrh, and aromatic oils in preparation for burial. മൃതദേഹം ക്രൂശിൽ നിന്നിറക്കിയപ്പോൾ അകലെ നിന്നിരുന്ന സ്ത്രീകൾ അടുത്തു വരുന്നു. യൗസേപ്പും നീക്കോദീമോസും കേത്താനാശീലകൾ വിരിച്ച് തയ്യാറാക്കുമ്പോൾ വിശുദ്ധ മറിയാം പുത്രൻ്റെ ചേതനയേറ്റ മൃതദേഹത്തെ കൈപിടിച്ച് ആ തിരുമുഖത്ത് ചുംബനങ്ങൾ അർപ്പിക്കുന്ന ഹൃദയഭേദകമായ രംഗം ചിത്രകാരൻ്റെ ക്യാൻവാസിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഗോകുൽത്തായിൽ നിന്നൊഴുകിയ തിരുരക്തത്തിൻ്റെ ഗന്ധം മൂറോൻ്റെ മണം പോലെ താഴേക്ക് പരന്നു. പട്ടിന്നൂല് പോലെ തൻ്റെ ചെഞ്ചുണ്ടുകൾ രക്തമണിയുന്നത് കണ്ട് ഗോകുൽത്തായിലേക്ക് കുതിച്ചുപോയ ഭക്തി പിതാക്കന്മാരുടെ കാവ്യരചനയിൽ നാം പാടുന്നു. നിൻമുറിവുകളിൽ നേറ്റേൻ മൂറോ മണമെന്നാഥ, നിന്നധരങ്ങളഹോ പട്ടിൻ നൂലോടുത്തുള്ളു കാൺമാൻ വന്നു എന്നെ പടർച്ചൂട്ടി. ഈ ഗാനം നമുക്ക് സുപരിചിതമാണല്ലോ. വെട്ടിയുണ്ടാക്കപ്പെട്ട യൗസേപ്പിൻ്റെ പുതിയ കല്ലറയിൽ അടക്കം ചെയ്യുന്ന രംഗം ഓർത്തഡോക്സ് സഭ ക്രമീകരിച്ചിട്ടുണ്ട് ദുഃഖവെള്ളിയാഴ്ചത്തെ ആരാധനയിൽ. വെട്ടിയുണ്ടാക്കപ്പെട്ട യൗസേപ്പിൻ്റെ പുതിയ കല്ലറയിൽ അടക്കം ചെയ്യുന്ന രംഗം ഓർത്തഡോക്സ് സഭ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ കൂടി ക്രമീകരിച്ചിരിക്കുന്നു. ശാപത്തിനു മുമ്പുള്ള വെള്ളിയാഴ്ച സന്ധ്യയായപ്പോൾ അരിമത്യാക്കാരൻ യൗസേപ്പ് എന്ന് പേരുള്ള ധനവാനായ ഒരു മനുഷ്യൻ വന്നു. അവൻ യഹൂദിലെ പട്ടണക്കാരനും ഉത്തമനും നീതിമാനായ മനുഷ്യനും ബഹുമാന്യനായ മന്ത്രിയും യഹൂദന്മാരെക്കുറിച്ചുള്ള ഭയനിമിത്തം രഹസ്യമായി യേശുതമ്പുരാനെ ശിഷ്യപ്പെട്ടവനും അവരുടെ ഇഷ്ടത്തിനും പ്രവർത്തിക്കും ചേരാതെ ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരുന്നവനുമായിരുന്നു. അവൻ ധൈര്യത്തോടുകൂടി പീലാത്തോസിൻ്റെ അടുക്കൽ പ്രവേശിച്ചു. യേശുതമ്പുരാന്റെ ശരീരത്തിന് ആവശ്യപ്പെട്ടു. എന്നാൽ പീലാത്തോസ് അവൻ ഇത്ര വേഗം മരിച്ചുവെന്ന് ആശ്ചര്യപ്പെട്ട് ശതാധിപനെ വിളിച്ചു. സമയത്തിനു മുമ്പ് തന്നെ അവൻ മരിച്ചുവോ എന്ന് ചോദിച്ചു. ശതാധിപനിൽ നിന്ന് വിവരം അറിഞ്ഞ ശേഷം പീലാത്തോസ് ശരീരം കൊടുക്കുവാൻ ആജ്ഞാപിച്ചു. യൗസേപ്പ് ശരീരമെടുത്ത് നിർമ്മലശീല കൊണ്ട് അതിനെ പൊതിഞ്ഞു. മുൻപ് യേശുതമ്പുരാൻ്റെ ഇടക്കിൽ ചെന്നവനായ നീക്കോദീമോസും ചെന്നു. അവൻ 100 പകലും ചേർന്ന 100 രാത്രിയോളം സുഗന്ധക്കൂട്ടുകൾ കൊണ്ടുവന്നിരുന്നു. അവൻ യേശുതമ്പുരാൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാരുടെ ശവസംസ്കാരക്രമം അനുസരിച്ച് സുഗന്ധവർഗ്ഗങ്ങളോടുകൂടി കേത്താനാശീല കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞു. അവനെ ക്രൂശിൽ തൂക്കിയതായ സ്ഥലത്തൊരു തോട്ടവും ആ തോട്ടത്തിൽ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ വെള്ളിയാഴ്ചയുമായിരുന്നുകൊണ്ടും കല്ലറ സമീപമായിരുന്നുകൊണ്ടും അവർ യേശുതമ്പുരാനെ അതിൽ വെച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ച് പോവുകയും ചെയ്തു. അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ശാബതം ആരംഭിക്കാറായിരുന്നു. ഗലീലായിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവൻ്റെ ശരീരം വെച്ചിരുന്നതും കണ്ടു. അവർ മടങ്ങിപ്പോയി സുഗന്ധവർഗ്ഗങ്ങളും പരിമളദ്രവ്യങ്ങളും ഒരുക്കി കൽപ്പനയനുസരിച്ച് ശാബത്തിൽ സ്വസ്ഥമായിരിക്കുകയും ചെയ്തു. ലമറിയോസത്തോ. ഓർത്തഡോക്സ് സഭയുടെ ദുഃഖവെള്ളിയാഴ്ച ആരാധനയിൽ ഭക്തജനങ്ങളെ കൂടുതൽ ആത്മീയമായിട്ട് ആകർഷിച്ചിട്ടുള്ളത് കബറടക്ക ശുശ്രൂഷയാണ്. കുരിശ് ആഘോഷമായി പള്ളിക്കകത്ത് അരിമത്യാ നാട്ടിൽ ധാർമ്മികനായി വാണ എന്ന ഗാനവും പാടി വീരത്തോസോട ഭക്തി
ബലഗാത്രത്തെ സംസ്കാരം ചെയ്യട്ടെ ഞാൻ. അവനെ യൂദന്മാർ തരുവിന്മേൽ തൂക്കി ജ്ഞാനമോദിപ്പാൻ അതിനെ അരിമത്ഥ്യയിലെ യൗസേപ്പും നിക്കോദിമോസും നിന്നെ മരത്തിൽ നിന്ന് ഇറക്കി. പ്രാണൻ നിന്റെ ഉള്ളിൽ മറന്നിരിക്കുമ്പോൾ മരിച്ചവനെ പോലെ അവർ നിന്നെ കൈകളിൽ വഹിച്ചു. അൽവായും മുറിഞ്ഞെടുത്തുണ്ടാക്കിയതായ 100 റാത്തൽ സൗന്ദര്യവിയെ കൂട്ടുകൊണ്ട് കേത്താനാശീലയിൽ നിന്നെ ചുറ്റിപ്പൊതിഞ്ഞു. വെട്ടിയുണ്ടാക്കപ്പെട്ടതായ യൗസേപ്പിൻ്റെ പുതിയ പാറയിൽ നിന്നെ സംസ്കരിച്ചു. നിന്റെ കബറടക്കത്തിൽ മാലാഖമാർ കൂട്ടമായി നിന്നുകൊണ്ട് ദൈവമേ നീ പരിശുദ്ധനെന്ന് സ്തുതിച്ചു പാടി. നിന്റെ കബറടക്കത്തിൽ സൃഷ്ടി മുഴുവനും ദുഃഖവും സങ്കടവും പൂണ്ടു. ഞങ്ങളെ പ്രതിയുള്ളതായ നിന്റെ കഷ്ടാനുഭവവും ഞങ്ങളെ പ്രതിയുള്ളതായ നിന്റെ താഴാഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. തൻ്റെ കബറടക്ക സമയത്ത് ഉന്നതത്തിലെ മാലാഖമാർ ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, മരണമില്ലാത്തവനേ നീ പരിശുദ്ധൻ എന്ന് സ്തുതിച്ചു പാടുമ്പോൾ യൗസേപ്പും നിക്കോദിമോസും ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അവർ ഏറ്റുപാടി. അത്യുന്നതങ്ങളിൽ മാലാഖമാർ ആരെ വാഴ്ത്തുന്നു, ആയുവിനെ നമുക്കും മഹത്വപ്പെടുത്താം. ഔദുമാലാഖേ മുശാമിസിലേ ഔദഖറൂബേ മുബാറുഖിലേ ഔദസറോഫേ മുഖദിശിലേ ഔദഫറോനേ സോഗദിലേ സ്വർഗീയ മാലാഖമാർ ആരെ വാഴ്ത്തുന്നു, ആയുവിനെ നമുക്കും മഹത്വപ്പെടുത്താം. ഈശാനീ പരിശുദ്ധൻ, ഔദുമേസാവോയേ മുഖൽസിലേ ഔദുതത്തോയേ സോഗദിലേ മരണമില്ലാത്തവനേ
ആ പവിത്ര ഭൂമിയിൽ അനേക തവണ കാലുകുത്തിയ എളിയവനായ എനിക്ക് ആ പുണ്യഭൂമിയുടെ മാധുര്യം, ആത്മീയ മാധുര്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പുണ്യഭൂമിയിൽ കാൽകുത്തുമ്പോൾ എൻ്റെ ശരീരം കോൾമേർക്കൊണ്ടു. കാൽവറിയിലെ കരളലിയിക്കുന്ന ആ കാഴ്ച കണ്ണീരിൻ്റെ മറവിലൂടെ ഞാൻ കണ്ടു. യേശുതമ്പുരാൻ്റെ കബറടക്ക സമയത്ത് ഉന്നതത്തിലെ മാലാഖന്മാർ താഴേക്കിറങ്ങി വന്ന് തങ്ങളുടെ യജമാനൻ്റെ കല്ലറയെ ആദരിച്ചു. യൗസേപ്പും നിക്കോദിമോസും ആ കബറടക്കത്തിനു വേണ്ടി ഉപയോഗിച്ച പരിമള തൈലം എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു. കുരിശിൻ്റെ ചുറ്റും അബലകളെന്ന് വിളിക്കപ്പെടുന്നുവെങ്കിലും ധൈര്യശാലികളായ പാവപ്പെട്ട സ്ത്രീകൾ, വിശിഷ്യ തൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. യേശുതമ്പുരാനെ സംസ്കരിച്ച സ്ഥലം ഗലീലയിൽ നിന്ന് വന്ന ശിഷ്യസ്ത്രീകൾ സസൂക്ഷ്മം വീക്ഷിച്ചു. പിറ്റേ ദിവസം ശാബത്ത് ആരംഭിക്കുമ്പോൾ യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് അടക്കപ്പെടുന്ന ശരീരത്തിന് പ്രഭാതത്തിൽ പരിമള തൈലം പൂശുന്ന ഒരു രീതിയുണ്ട്. പിറ്റേ ദിവസം ശാബത്ത് ആകുന്നു. നാം വിശുദ്ധ വേദത്തിൽ വായിക്കുന്നില്ലോ, സ്ത്രീകൾ അവർ കല്ലറയും കണ്ട് മടങ്ങി. ശാബത്തിൻ്റെ നിയമം അനുസരിച്ച് എങ്കിലും അവർ പരിമള തൈലം തയ്യാറാക്കി പ്രഭാതത്തിൽ തന്നെ യേശുതമ്പുരാനെ കാണുവാൻ, ആ മൃതശരീരത്തിൽ തൈലം പൂശുവാനായിട്ട്. ദുഃഖവെള്ളിയാഴ്ച ആരാധനയുടെ വളരെ മനോഹരമായ, ഏത് കഠിന ഹൃദയങ്ങളെയും ആത്മീയമായി ഉണർത്തുന്ന ഗാനമാണ് ഓർത്തഡോക്സ് സഭയുടെ ദുഃഖവെള്ളിയാഴ്ച ആരാധനയിൽ അവസാനമായി ചേർത്തിരിക്കുന്ന യൗസേപ്പുടെ നിക്കോദീമോസ് എന്ന ഗാനം. മനസ്സേ ശാന്തമാകൂ, ഇന്ന് ദുഃഖത്തിൻ്റെ ദിവസം, എന്നാൽ ഞായറാഴ്ച ആനന്ദത്തിൻ്റെ ദിവസം. ഓർത്തഡോക്സ് സഭകളുടെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പെരുന്നാളായ ഈസ്റ്റർ, ദി ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ, അതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യട്ടെ. പുലർക്കാലേ പീഡാതാഴ്ചകളാൽ നമ്മെ വീണോനമശിഹായി വാഴ്ത്തി നമിക്കാം. പുലർക്കാലേ പീഡാതാഴ്ചകളാൽ നമ്മെ വീണോനമശിഹായി വാഴ്ത്തി നമിക്കാം. പുലർക്കാലേ നാഥാതേ സ്തുതിയും മാനം താലന്നും മഹിമാ വന്ദനകൾ ശുദ്ധാത്മാവിനും ഉണ്ടാവുൽ കൃപ പാപികളാ ഞങ്ങളിലും മേലാ ൂരിശിരേവാതിൽ കുള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥനമശിഹായി
സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണമുമേ സ്തോത്രം ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ആ വലിയ വെള്ളിയാഴ്ച യെരുശലേമിൽ യേശുതമ്പുരാനുണ്ടായ യാത്രയും അനുഭവവും ആണ് ഈ വലിയ വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ ചിന്താവിഷയം. കൊറോണയുടെ അതിപ്രസരത്തിൽ വലിയ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കഴിയാതെ പോകുന്നവർക്കായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ദുഃഖവെള്ളിയാഴ്ച ആരാധനയുടെ പശ്ചാത്തലത്തിൽ പാദമുദ്രകൾ 15ാമത് ഉപകഥ വയോ ഡൊലോറോസ കുരിശിൻ്റെ പാത സമർപ്പിക്കട്ടെ.